തദ്ദേശ തെരഞ്ഞെടുപ്പ് നൽകിയ വലിയ ആത്മവിശ്വാസത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ യുവാക്കൾക്ക് അവസരം നൽകാൻ മുസ്ലിം ലീഗ് തീരുമാനം. 3 ടേം വ്യവസ്ഥ വഴി മുതിർന്ന നേതാക്കൾ ഒഴിയുന്ന മുഴുവൻ സീറ്റുകളും പുതുമുഖങ്ങൾക്ക് നൽകും. വനിതകൾക്കും 1-ൽ കൂടുതൽ സീറ്റ് നൽകിയേക്കും. ടേം വ്യവസ്ഥ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്തെന്ന പൊതുവിലയിരുത്തലിന് പിന്നാലെയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിലും സ്വീകാര്യരായ പുതുമുഖങ്ങളെ രംഗത്തിറക്കി കളം പിടിക്കാൻ ലീഗ് നീക്കം. 3 ടേം പൂർത്തിയാക്കിയ മുഴുവൻ പേരും മാറി നിൽക്കേണ്ടി വരില്ലെങ്കിലും പകുതിയോളം പേരെങ്കിലും മാറി നിൽക്കേണ്ടി വരും. മുതിർന്ന നേതാക്കൾ മാറുന്ന സീറ്റുകൾ യൂത്ത് ലീഗ്, വനിതാ ലീഗ് നേതാക്കൾക്ക് നൽകാനാണ് ധാരണ. താനൂരിൽ കഴിഞ്ഞ തവണ അടിപതറിയ PK ഫിറോസിനെ കൊണ്ടോട്ടിയിൽ മത്സരിപ്പിക്കാനാണ് സാധ്യത. മലപ്പുറത്ത് PM സാദിഖ് അലി മത്സരിച്ചേക്കും. MK മുനീർ മത്സരിക്കുന്നുണ്ടെങ്കിൽ കൊടുവള്ളിയിൽ നിന്ന് മാറി പഴയ തട്ടകമായ കോഴിക്കോട് സൗത്തിലായിരിക്കും മത്സരിക്കുക. അങ്ങനെയെങ്കിൽ മുൻ MLA VM ഉമ്മർ മാസ്റ്റർ കൊടുവള്ളിയിൽ സ്ഥാനാർത്ഥിയാകും. മലപ്പുറം നഗരസഭാ ചെയർമാനായിരുന്ന മുജീബ് കാടേരിക്ക് വിജയസാധ്യതയുള്ള ജില്ലയിൽ തന്നെയുള്ള സീറ്റ് നൽകണമെന്ന ആവശ്യം ശക്തമാണ്. അഡ്വക്കേറ്റ് ഫൈസൽ ബാബു, MA സമദ്, TP അഷ്റഫ് അലി, ഷാഫി ചാലിയം എന്നിവരെയും നേതൃത്വം പരിഗണിക്കുന്നുണ്ട്. വനിതാ ലീഗിനും ഇത്തവണ അർഹമായ പ്രാതിനിധ്യം നൽകും. കുൽസു ടീച്ചർ, സുഹറ മമ്പാട്, നൂർബിന റഷീദ് എന്നിവരെ പരിഗണിക്കാനാണ് സാധ്യത. കോങ്ങാടും പട്ടാമ്പിയും വെച്ചുമാറുകയാണെങ്കിൽ PK നവാസിനെ പരിഗണിക്കാനും സാധ്യതയുണ്ട്. UDF-ൽ കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെടാനും മുസ്ലിം ലീഗിന് മേൽ പ്രവർത്തകരുടെ സമ്മർദ്ദമുണ്ട്. നിഖിൽ പ്രമേഷ്, 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.